ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയുടെ സ്വാഗതം. നമ്മൾ നോക്കാൻ പോണത് OAT ലെറ്ററിനകത്ത് എവിടെയൊക്കെ കോമ ഉപയോഗിക്കുന്നത് നോക്കാൻ പോണത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് OAT ലെറ്റർ എഴുതുമ്പോൾ ഫസ്റ്റ് നമുക്ക് കോമ ഉപയോഗിക്കേണ്ടത് നമുക്ക് സല്യൂട്ടേഷൻ എഴുതുമ്പോഴാണ്. ഡിയർ സാറോർ മാഡം കഴിഞ്ഞിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും കോമ ഇടേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ആർക്കാണോ എഴുതുന്നത് അവർ പേര് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഡിയർ സാറോർ മാഡം ആണ്. അതിനുശേഷം നിങ്ങൾ കോമ ഇടണം. നിങ്ങൾ ഡോക്ടറിനാണ് എഴുതുന്നതെങ്കിൽ ഡിയർ ഡോക്ടർ എന്ന് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത കോമ വരുന്നത് നമുക്ക് റെഫറൻസ് എഴുതുമ്പോഴാണ്. റെഫറൻസ് എഴുതുമ്പോൾ നമുക്ക് പേഷ്യൻ്റെ പേര് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് കോമ ഇട്ടിട്ട് വേണം ഏജിൽ 21 ഉപയോഗിക്കാൻ. നമുക്ക് കോമ ഉപയോഗിക്കേണ്ടത് നമുക്ക് കണക്റ്റീവ്സ് ഉപയോഗിക്കുമ്പോഴാണ്. കണക്റ്റീവ്സ് ഏതൊക്കെയാണ് കണക്റ്റീവ്സ്? നമുക്ക് ഓയിറ്റിലാണ് സാറിന് ഉപയോഗിക്കുന്ന കണക്റ്റീവ്സ് ഫോർ വിച്ച്, ബട്ട്, ഹവർ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പങ്ക്ച്വേഷൻസ് ഉപയോഗിക്കണം. ഇനി എവിടെയാണ് കോമ ഉപയോഗിക്കേണ്ടത്? നമുക്ക് ഫോർ വിച്ചും അതുപോലെ തന്നെ ബട്ടും ഉപയോഗിക്കുമ്പോൾ ഈ രണ്ട് ഫോർ വിച്ചും ബട്ടും വെച്ചിട്ട് രണ്ട് സെൻറ്റൻസുകൾ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിന് മുമ്പിലായിട്ട് കോമ ഇടണം. മനസ്സിലായോ? അതായത് ഫോർ വിച്ചും വെച്ചിട്ട് നിങ്ങൾ രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുമ്പോൾ ഇതിന് മുമ്പിലായിട്ട്, ഇത് ശേഷമല്ല, ഫോർ വിച്ച് എഴുതിയതിന് ശേഷമല്ല, ഫോർ വിച്ചിനും മുമ്പിലായിട്ട് കോമ ഇടണം. അതുപോലെ നമുക്ക് ഓയിറ്റായിട്ടുണ്ട് നമുക്ക് കുറേ ഫ്രേസുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഫ്രേസുകൾ പറയുമ്പോഴത്തേക്കും നമുക്ക് ടുഡേ അല്ലെങ്കിൽ കറൻ്റ്ലി അല്ലെങ്കിൽ ബട്ട് ഹൗവറൊക്കെ നമുക്ക് ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വിച്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അതിന് മുമ്പിലാണ് കോമ ഇടുന്നത്. പക്ഷേ നിങ്ങൾ ഫ്രേസ് ഉപയോഗിക്കുവാണെങ്കിൽ ഓയിറ്റിനകത്ത് ഫ്രേസസ് മീൻസ് ഡ്യൂറിങ് സബ്സിക്വൻറ്റ് ഡേയ്സ് അല്ലെങ്കിൽ ഡ്യൂറിങ് സബ്സിക്വൻറ്റ് വിസിറ്റ്സ് എന്ന് പറഞ്ഞ് ഫ്രേസുകൾ ഉപയോഗിക്കുമ്പോൾ ഇതിന് ശേഷം നിങ്ങൾ മസ്റ്റായിട്ടും കോമ ഇടണം. കാരണം നമുക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. അപ്പോൾ സബ്ജക്റ്റിന് മുമ്പ് നിങ്ങൾ എന്ത് എഴുതിയാലും ഒരു കോമയിട്ട് തിരിക്കണം. നമുക്ക് OAT ലെറ്ററിൻ്റെ അവസാനം നമ്മൾ OAT ലെറ്റർ കൺക്ലൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് എഴുതേണ്ടതാണ് യുവേഴ്സ് സിൻസിയർലി അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. നമ്മൾ ആർക്കാണോ എഴുതുന്നത് അവർ പേരുണ്ടെങ്കിൽ നമ്മൾ സാധാരണ യുവേഴ്സ് സിൻസിയർലി ഉപയോഗിക്കും. അപ്പോൾ യുവേഴ്സ് സിൻസിയർലി കഴിഞ്ഞിട്ട് നിങ്ങൾ കോമ മസ്റ്റായിട്ടും ഇടണം. ഇതിൽ പലപ്പോഴും പല സ്റ്റുഡൻസും എഴുതുന്ന മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ സിൻസിയർലിയുടെ എസ് ക്യാപിറ്റലായിട്ട് എഴുതാറുണ്ട്. നമുക്ക് യുവേഴ്സ് സിൻസിയർലി എന്ന് പറയുമ്പോൾ Y ക്യാപിറ്റലും എസ് സ്മോളുമാണ്. അപ്പോൾ യുവേഴ്സ് സിൻസിയർലി കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു കോമ ഇടേണ്ടതാണ്. ദെൻ അടുത്ത് നമുക്ക് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. നിങ്ങൾ ആർക്കാണോ എഴുതുന്നത് അവർ പേരില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളിയാണ്. അപ്പോൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി കഴിഞ്ഞിട്ടും നിങ്ങൾ മസ്റ്റായിട്ടും ഒരു കോമ ഇടണം. അവസാനമായിട്ട് നമുക്ക് ഒരു കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസിൽ രണ്ട് ക്ലോസുകളുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് പറയുമ്പം ആ സെൻറ്റൻസ് പൂർണ്ണമായിട്ടുള്ള ഒരു മീനിങ് കൊടുക്കാൻ പറ്റും. എന്നാൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് പൂർണ്ണമായിട്ടുള്ള ഒരു മീനിങ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ് ആദ്യം എഴുതുന്നതെങ്കിൽ ഇതിന് ശേഷം നിങ്ങൾ കോമ ഇടണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സോ ഇഫ് യു ഹാവ് പെർസിസ്റ്റൻറ്റ് കംപ്ലൈൻറ്റ്സ് ഓഫ് ഹെഡേക്ക്, കോമ ഹി ഓർ ഷീ നീഡ്സ് ടു കൺസൾട്ട് എ ഡോക്ടർ. അങ്ങനെ പറയുമ്പോൾ മീൻസ് ഇഫ് യു ഹാവ് പെർസിസ്റ്റൻറ്റ് കംപ്ലൈൻറ്റ്സ് ഓഫ് ഹെഡേക്ക് എന്ന് പറയുമ്പോൾ അതിനുശേഷം ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുമ്പം അതൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്, അതിന് പൂർണ്ണമായിട്ടുള്ള മീനിങ് ഇല്ല. അപ്പം ഇഫ് യു ഹാവ് പെർസിസ്റ്റൻറ്റ് കംപ്ലൈൻറ്റ്സ് ഓഫ് ഹെഡേക്ക് എന്ന് കഴിഞ്ഞ ശേഷം നിങ്ങൾ കോമ ഇട്ടിട്ട് വേണം നമുക്ക് ഹീ നീഡ്സ് ടു കൺസൾട്ട് എ ഡോക്ടർ എന്ന് പറയാം. ദെൻ അവസാനമായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഓൾതോ അല്ലെങ്കിൽ നമ്മൾ ആസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓൾതോ ഷീ ഹാസ് ഫീവർ, അതിനുശേഷം നിങ്ങൾ ഒരു കോമ ഇട്ടിട്ട് വേണം ഷീ ഹാസ് നെവർ കൺസൾട്ട് എ ഡോക്ടർ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ അവൾക്ക് ഫീവർ ഉണ്ടായിട്ടും അവൾ ഡോക്ടറെ കണ്ടില്ല. ഓൾതോ ഷീ ഹാസ് ഫീവർ, കോമ ഷീ ഹാസ് നെവർ കൺസൾട്ട് എ ഡോക്ടർ. ഇനി നമുക്ക് ആസ് വയ്ക്കുമ്പോൾ ഷീ ഹാസ് ഫീവർ, ഷീ ഹാസ് കൺസൾട്ട് എ ഡോക്ടർ. അപ്പോൾ ഷീ ഹാസ് ഫീവർ എന്ന് പറയുമ്പോൾ അവൾക്ക് ഫീവർ ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു, അവൾ ഡോക്ടറെ കണ്ടു. ഷീ ഹാസ് കൺസൾട്ടഡ് എ ഡോക്ടർ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്തോട്ട് ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.